പാരൻറ്റിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഈ പാരൻറ്റിങ് അല്ലേ. ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ പാരൻറ്റിങ് അത്യാവശ്യമായൊരു കാര്യമാണ്. ഒരു കുട്ടി വളർന്നു വലുതായി ഒരു IAS ഓഫീസർ ആയാലും ഇനി ഒരു കള്ളനായാലും നല്ലൊരു മനുഷ്യനായാലും ഒരു ചീത്ത മനുഷ്യനായാലും അതിനെല്ലാം ഈ പാരൻറ്റിങ് ഒരു പരിധി വരെ അത്യാവശ്യമാണ്. ഒരു കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കുന്നത് വരെ ഈ പാരൻറ്റിങ്ങിലൂടെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കുട്ടികളോട് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. നെവർ ഡു ദീസ് തിങ്സ് ടു യുവർ ചിൽഡ്രൻ. നമ്മുടെ ആദ്യത്തെ പോയിന്റ്, അവോയ്ഡ് അൺനെസസറി ഹെൽപ്പ്. നമുക്കറിയാം, ഒരു കുട്ടി ചെറുതാവുമ്പോൾ നമ്മൾ അവരെ കുളിപ്പിക്കും, ഭക്ഷണം കഴിപ്പിക്കും, അല്ലെങ്കിൽ അവരെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും ഈ മാതാപിതാക്കൾ സഹായിക്കും. പക്ഷെ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുക. കാരണം ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ ആ കുട്ടി സ്വയം പര്യാപ്തത നേടണം. അവന് ഒറ്റയ്ക്ക് കുളിക്കാനും ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാനുമുള്ള പര്യാപ്തത നിങ്ങൾ മാതാപിതാക്കൾ അവർക്ക് വിട്ടുകൊടുക്കണം. നമുക്കറിയാം, ഈ 8ാം ക്ലാസ് ആയിട്ടും 9ാം ക്ലാസ് ആയിട്ടും എൻ്റെ മോനെ ഞാൻ ഇപ്പോഴും കുളിപ്പിക്കണം, അല്ലെങ്കിൽ അവനക്ക് ഇപ്പോഴും ഞാൻ ഭക്ഷണം വാരി കൊടുക്കണം എന്ന് പറയുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അപ്പം അവോയ്ഡ് ദീസ് കൈൻഡ് ഓഫ് അൺനെസസറി ഹെൽപ്പ്. അവർക്ക് ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അവരെ അൺനെസസറി ആയിട്ട് ഹെൽപ്പ് ചെയ്യാതിരിക്കുക. അവരെ ഒറ്റയ്ക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പര്യാപ്തത അവർക്ക് നേടിക്കൊടുക്കുക. ഇനി അടുത്ത പോയിന്റാണ്, നമുക്കറിയാം, നമ്മളിപ്പോൾ നമ്മുടെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ അവരെ കൂടെ കൊണ്ടുപോയി നമുക്കറിയുന്ന ഒരു റിലേറ്റീവ്സോ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരിയോ അവരെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികളോട് ചോദിക്കും, അയ്യോ മോളുടെ പേരെന്താണ്, ഇഷ്ടപ്പെട്ടോ, ഈ നാടെല്ലാം ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിക്കുമ്പം പാരൻസ് ഉത്തരം പറയും, അവളുടെ പേര് ഇന്നതാണ്, അല്ലെങ്കിൽ അവൾക്ക് ഇച്ചിരി ഇഷ്ടമല്ല സംസാരിക്കാൻ, അവൾ അങ്ങനെ സംസാരിക്കില്ല. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. കുട്ടികളെ കൊണ്ട് തന്നെ അവർ ആൻസർ ചെയ്യിപ്പിക്കാൻ, റിപ്ലൈ ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുക. അവരുടെ പേര് പറയുകയും അവരോട് എന്താണോ ആ ആൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് അവർക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കി കൊടുക്കുക. ഒരാൾ കുട്ടിയോട് പേര് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക, നിന്റെ പേര് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ പ്രേരിപ്പിക്കുക. കാരണം നിങ്ങൾ ഓവർടേക്ക് ചെയ്ത് അവരുടെ പേര് നിങ്ങൾ പറയുന്നത് പക്ഷം ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ അച്ഛനമ്മ പറഞ്ഞോളും, ഞാൻ പറഞ്ഞാൽ ഇനി തെറ്റിപ്പോവും എന്നുള്ളൊരു ധാരണ അവരുടെ മനസ്സിൽ വരികയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു പ്രവണത ചെയ്യാതിരിക്കുക. ഇംപ്ലിമെന്റ് അവർ സെൽഫ്സ് ടു ദം. ഇനി അടുത്ത പോയിന്റാണ്, നമ്മൾ പൊതുവേ കാണപ്പെടുന്ന ഒരു കാര്യമാണ്, എനിക്ക് അഡ്വക്കേറ്റ് ആവാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എനിക്ക് ഡോക്ടർ ആവാൻ പറ്റിയില്ല, അപ്പോൾ എനിക്ക് എൻ്റെ മക്കളിലൂടെ അത് ചെയ്യണം എന്ന് പറയുന്ന ഒട്ടുമിക്ക പാരൻസും നമുക്ക് ചുറ്റുമുണ്ട്. എനിക്ക് പറ്റാത്ത എൻ്റെ സ്വപ്നങ്ങൾ എൻ്റെ മക്കളിലൂടെ സാക്ഷാത്കരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം ആ മക്കളുടെ സ്കില്ല് അത് വേറെ ആയിരിക്കും. ഓരോ വ്യക്തിയുടെ സ്കില്ലും ഓരോ ആൾക്കനുസരിച്ച് വ്യത്യസ്തപ്പെട്ടതായിരിക്കും. ചിലപ്പോൾ അയാൾക്ക് നല്ല വരക്കാനുള്ള കഴിവായിരിക്കും, ചിലവർക്ക് അത് നല്ല പാട്ട് പാടാനുള്ളതായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ അയാൾക്ക് ഇതൊരു അഡ്വക്കേറ്റ് വാദിച്ച് ജയിക്കാനുള്ള, സംസാരിക്കാനുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാത്ത ഒരാളാണെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ഒരു ജോലിക്ക് അവരെ വിട്ടിട്ട് കാര്യമില്ല. അപ്പം നിങ്ങൾക്കാവാൻ കഴിയാത്ത നിങ്ങളുടെ മക്കളിലൂടെ ആക്കണം. നിങ്ങളുടെ ഇഷ്ടങ്ങൾ അവരിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സമ്പ്രദായം നിങ്ങൾ മാറ്റേണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഈ പാരൻസിന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒട്ടുമിക്ക എല്ലാവർക്കും ഒരു ടീനേജ് ആയി കഴിഞ്ഞാൽ ഈ മക്കളെ കുറിച്ച് ഭയങ്കര വേവലാതിയാണ്. എന്താ അവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർക്കൊരു ഫോൺ കോൾ വന്നാൽ ആരാ സംസാരിക്കുന്നതെന്ന് ഒളിഞ്ഞു നോക്കുക, അല്ലെങ്കിൽ അവരുടെ ചാറ്റ്സ്, അല്ലെങ്കിൽ അവരുടെ ഫോട്ടോസ്, അവരെ ഇങ്ങനെ സദാസമയം അവരുടെ പിന്നിൽ ഇങ്ങനെ നടന്ന് അവരെന്താ ചെയ്യുന്നത് എന്നുള്ളൊരു ഭീതി എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതൊരു പരിധി വരെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ എന്താണോ ചെയ്യുന്നത്, എങ്ങനത്തൊക്കെയാണ് അവർ പോകുന്നത്, എങ്ങനെയൊക്കെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാം. പക്ഷെ ഒരു പരിധി വരെ അവരുടെ ലൈഫിൽ വല്ലാണ്ട് കയറി ഇടപെടാതിരിക്കുക. അതിനെയാണ് ഹെലികോപ്റ്റർ പാരൻറ്റിങ് എന്ന് പറയാം. ചുറ്റിനും എല്ലാം ഇങ്ങനെ അന്വേഷിച്ചു പോവുക, അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന സമയങ്ങളിൽ അവരെവിടേക്കാണ് ചെക്ക് ചെയ്യുക. പക്ഷെ അത് അവർക്ക് മനസ്സിലാക്കും വിധം അവരെ ഒബ്വിയസ് ആക്കിയിട്ട് ചെയ്യാതിരിക്കുക. അവരുടെ ഫോൺ വാങ്ങി ചെക്ക് ചെയ്യുക. അതൊക്കെ നിങ്ങളും നിങ്ങളുടെ മക്കളും തമ്മിലുള്ള ഒരു അകലം ഉണ്ടാക്കാൻ സാധിക്കും. ഇനി അവരെന്തൊക്കെ ചെയ്യുകയാണോ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒളിച്ചു വെച്ചിട്ട് അവർ ചെയ്യാൻ വരെയുള്ള ഒരു പ്രവണത അവിടെ ഉണ്ടാകും. അപ്പം ഒരിക്കലും അവരുടെ ലൈഫിൽ വല്ലാണ്ട് കയറാതിരിക്കുക, വല്ലാണ്ട് അവർക്ക് മനസ്സിലാവും വിധത്തിൽ അവരെ ചെക്ക് ചെയ്യുക. ആ ഒരു പ്രവണത എല്ലാ മാതാപിതാക്കളും മാറ്റണം. നെക്സ്റ്റ് പോയിന്റാണ് നീഡ് ഓർ വാണ്ട്. ആവശ്യവും അത്യാവശ്യങ്ങളും. ഇപ്പോൾ ഒരു കടയിൽ കൊണ്ടുപോയാൽ അല്ലെങ്കിൽ ടൗണിലൂടെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ കുട്ടി പറയും, എനിക്ക് ഐസ്ക്രീം വേണം അച്ഛാ, അല്ലെങ്കിൽ എനിക്ക് ലേസ് വേണം എന്നൊക്കെ അവർ പറയാറുണ്ട്. അത് അവളുടെ ആവശ്യങ്ങളാണ്, അവർക്ക് അപ്പോൾ ഉണ്ടാകുന്ന ഒരു ആഗ്രഹമാണ്. അതും നിങ്ങൾ നിറവേറ്റണം. പക്ഷെ അതിനുപരി അവരുടെ അത്യാവശ്യങ്ങളുണ്ട്. ഇപ്പം നല്ല വരക്കാൻ അറിയുന്ന ഒരു കുട്ടിയായിരിക്കും, അച്ഛാ എനിക്കൊരു കളറിംഗ് ബുക്കും പെൻസിൽ ഡ്രോ ചെയ്യാനൊക്കെ ഉള്ള ഒരു ബുക്ക് വേണമെന്ന് പറഞ്ഞാൽ അത് അവരുടെ അത്യാവശ്യമാണ്. കാരണം അവരുടെ ഒരു കഴിവാണ്, നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്കില്ലാണ്. അങ്ങനത്തെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അല്ലെങ്കിൽ അച്ഛൻ എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് അങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇങ്ങനെയാണ് പോകേണ്ടത്, അതൊക്കെ അത്യാവശ്യങ്ങളാണ്. അതിൽ നിങ്ങൾ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുക. നെക്സ്റ്റ് പോയിന്റ് ആണ്, ഡോണ്ട് ഗിവ് എക്സസ് മണി.
ഈ പൊതുവേ കാണപ്പെടുന്ന ഒരു സമ്പ്രദായമാണ് മക്കൾ 500 രൂപ എന്ന് ചോദിച്ചാൽ അങ്ങ് 500 രൂപ എടുത്തു കൊടുക്കുക. എല്ലാ വീട്ടിലല്ല, ചുരുക്ക വീടുകളിൽ. പക്ഷെ അവർ ആവശ്യപ്പെടുന്ന അതേ പൈസ അങ്ങ് എടുത്തു കൊടുത്ത് അവർക്ക് നമുക്ക് പൈസയോട് ഉണ്ടാകുന്ന ഒരു വാല്യൂ ഉണ്ട്, ഒരു മൂല്യമുണ്ട്, അതവിടെ കുറയുകയാണ്. അവർക്ക് എന്തും എപ്പോഴും ഒരു പണം കിട്ടും, അല്ലെങ്കിൽ അത് ചെലവഴിക്കാനുള്ളൊരു അവർക്ക് കൂടുതൽ പൈസ കൊടുക്കുന്നത് മൂലം അവരവരുടെ ലൈഫിൽ ഒരു പൈസ കിട്ടിയാൽ നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ചിലവഴിക്കണം, എങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളൊരു സ്വഭാവം ചെറുപ്പം മുതലേ പോവുകയാണ്. അപ്പോൾ ഒരിക്കലും ഒരളവിൽ കൂടുതൽ പണം കൊടുക്കാതിരിക്കുക. കൊടുക്കുന്ന പണത്തിൽ അളവും നോക്കിയും അതുപോലെ തന്നെ അവരെന്തിനാണ് ചെലവഴിക്കുന്നതെന്ന് അവരോട് തന്നെ ചോദിക്കുക. നമ്മുടെ നെക്സ്റ്റ് പോയിന്റ് ആണ് ടോക്കിംഗ് അബൌട്ട് ദെയർ മിസ്റ്റേക്സ്. അല്ലെ, പൊതുവേ കാണപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പം പെട്ടെന്നൊരു ഗ്ലാസ് തട്ടി വീണു, നീ എപ്പോഴും ഇങ്ങനെ, നീ ഒന്ന് തൊട്ടാൽ ഒരു അടുക്കളയിൽ കയറിയാൽ നീ ഗ്ലാസ് പൊട്ടിക്കും. പക്ഷെ അതിനു മുന്നേ ആ കുട്ടി ഒരു 10 ഗ്ലാസ് കഴുകി വെച്ചിട്ടുണ്ടാവും. അതിലാവില്ല കോൺസെൻട്രേറ്റ് ചെയ്യുക, മറിച്ച് അവരുടെ മിസ്റ്റേക്സ് ആ പൊട്ടിച്ചതിലാവും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും പ്രോഗ്രസ് കാർഡോ എന്തെങ്കിലും കൊടുന്ന് തരികയാണെങ്കിൽ ഒരു സബ്ജക്റ്റിന് ചിലപ്പം A+ അല്ല B+ ആയേക്കാം. അപ്പോൾ പറയും അന്ന് B+ ആയേ, കുഴപ്പമില്ല, ഇതിലൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. പക്ഷെ അതിന് പകരം ആ കുട്ടി ബാക്കി എല്ലാ സബ്ജക്ട്സിലും A+ വാങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പം ഈ നല്ലതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ എപ്പോഴും ഈ മിസ്റ്റേക്സ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ആർക്കും ഇഷ്ടമല്ലല്ലേ അല്ലേ. അപ്പം എപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യുക, ലൈക്ക് അവരുടെ നല്ലതുണ്ടെങ്കിൽ ആ നല്ലതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ചീത്തതുകളെ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് നല്ലതിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് ഇനിയും കൂടുതൽ ചെയ്യാനും നിങ്ങളോട് വന്ന് കാര്യങ്ങൾ പറയുവാനും. ഇപ്പോൾ ഒരു ആൻസർ ഷീറ്റ് ആയാലും എല്ലാവരും മിക്കവരും പേടിച്ചിട്ട് സ്വന്തം സൈൻ ചെയ്ത് ടീച്ചറിന് കൊടുക്കും. അതൊക്കെ എന്തുകൊണ്ടാണ്? പേടിച്ചിട്ടാണ്. കാരണം മാർക്ക് കുറഞ്ഞു പോയാൽ ആ മിസ്റ്റേക്സിനെ വീണ്ടും എടുത്ത് പറയുമോ എന്നുള്ള പേടിയാണ് അവർക്ക്. അപ്പോൾ ഒരിക്കലും ഈ പ്രോബ്ലംസ് മിസ്റ്റേക്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അവിടെ നല്ലതുകളിൽ എപ്പോഴും അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു കുട്ടിക്ക് ഫുൾ A+ കിട്ടി, 10th നല്ലൊരു ഫുൾ A+ ഒക്കെ കിട്ടി, നല്ല വിജയകരമായിട്ടിരിക്കുമ്പം അമ്മ പറയാണ്, ഞാൻ അവളെ അല്ലെങ്കിൽ അവനെ രാത്രി കുത്തിയിരുത്തി പഠിപ്പിച്ചിട്ടാണ് ഇങ്ങനെ A+ കിട്ടി. അത് അവരുടെ ഒരു പ്രയത്നമാണ്. എങ്ങനെയൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ പ്രയത്നം കൂടി ഉണ്ടായിരിക്കാം, എന്നിരുന്നാലും അത് അവരുടെ പ്രയത്നം കൂടിയാണ്. അപ്പം എപ്പോഴും നമ്മളെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്യാതെ അത് അവരുടെ ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർക്ക് കിട്ടിയത്. അല്ലാതെ ഞാൻ കുത്തിയിരുന്ന് പഠിപ്പിച്ചിട്ടാണ് എൻ്റെ കുട്ടി ഫുൾ A+ വാങ്ങി, അങ്ങനെ ഒരു സമ്പ്രദായം മാറ്റിയെടുക്കുക. ബാക്കിയുള്ളവർ, കാരണം ആ കുട്ടിക്ക് അങ്ങനെ തോന്നും, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം അമ്മയെ അല്ലെങ്കിൽ അച്ഛനെയാണല്ലോ എടുക്കുന്നത്. അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് എപ്പോഴും മാറ്റുക. 9th പോയിന്റ് ആണ് ഡോണ്ട് കമ്പയർ. ആ ഒരു പോയിന്റിനെ കുറിച്ച് ആർക്കും പറയേണ്ട ആവശ്യമില്ല. ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കമ്പാരിസൺ. നീ നോക്ക്, അവളെ നോക്ക്, എന്ത് നന്നായിട്ട് അവൾ പഠിക്കുന്നത്, അവനെ നോക്ക്, എന്ത് നന്നായിട്ടാണ് നീ പാടുന്നത്. ഈ കമ്പയർ ചെയ്യുമ്പം നമ്മളുടെ കുറവുകളെ മാത്രമാണ് നമ്മൾ അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും കഴിവുകളെ നമ്മൾ സപ്രസ് ചെയ്യും. ഈ കുട്ടികൾ തന്നെ അവരുടെ കഴിവുകളെ സപ്രസ് ചെയ്യും. എന്നിട്ട് കുറവുകളെ, അയ്യോ എനിക്ക് പാട്ട് പാടാൻ പറ്റില്ല, അയ്യോ എനിക്ക് വരക്കാൻ പറ്റില്ല, ആ കുറവുകളെ അവർ നോക്കുന്നുള്ളൂ. പക്ഷെ അവിടെ അവരുടെ കഴിവുകളെ അവർ തിരിച്ചറിയാതെ പോവുകയാണ്. അപ്പോൾ ഒരിക്കലും കമ്പയർ ചെയ്യാതിരിക്കും. നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകുന്ന ഒരു സ്കില്ലുണ്ടാവും. എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള സ്കില്ലുണ്ട്. അവർക്ക് എന്താണോ സ്കില്ല് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ അവരെ മോഡിഫൈ ചെയ്യാൻ നോക്കുക. അതിന് പകരം അവരുടെ കുറവുകളെ ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്ത് ഒരിക്കലും താരതമ്യം ചെയ്യാതിരിക്കുക. നമ്മൾ ലാസ്റ്റ് പോയിന്റ് ആണ് ഡോണ്ട് ഇഗ്നോർ. നമുക്കറിയാം, ഇപ്പം അച്ഛൻ എന്തെങ്കിലും ലാപ്ടോപ്പിലൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു കുട്ടി വന്നിട്ട് അച്ഛാ നോക്ക് ഞാനിങ്ങനെ വരച്ചു, നീ ഒന്ന് പോയേ, എനിക്ക് കുറേ വർക്കുണ്ട്. അവർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങളായിരിക്കാം ചെറുപ്പം മുതൽക്ക്. ഇപ്പോൾ നമുക്കറിയാം, ചെറിയ കുട്ടിയായിരിക്കുമ്പം ഇതെന്താച്ചാ ഒട്ടുമിക്ക ഒരുപാട് സംശയങ്ങളായിരിക്കും, ക്യൂരിയോസിറ്റി ആയിരിക്കും ആ പ്രായത്തിൽ. അവരവരുടെ ജീവിതത്തിൽ നിന്ന് ലോകം കാണാൻ തുടങ്ങുന്ന ഒരു ടൈമാണ്. ആ സമയത്ത് അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാവും. ആ സമയത്ത് അവർ പറയും ഒന്ന് പോയേ, അല്ലെങ്കിൽ ആദ്യത്തെ 1-2 ഉത്തരത്തിന് കൊടുത്തിട്ട് മൂന്നാമത്തേന് എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ കുട്ടികൾക്ക് അതൊരു അയ്യോ ഇനി ചോദിക്കാൻ പറ്റില്ല. അവിടെ അവരുടെ ചോദ്യങ്ങൾ കുറയുകയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ക്യൂരിയോസിറ്റി, അവരുടെ അച്ഛനമ്മമാരോടുള്ളൊരു ഒരു ബന്ധം കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ എപ്പോഴും അവരെ ഇഗ്നോർ ചെയ്യാതിരിക്കുക. അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് തിരക്കിലാവട്ടെ, ചിലപ്പോൾ 2 സെക്കൻഡ് മതിയായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ 24 മണിക്കൂറിൽ 2 സെക്കൻഡ് മതിയായിരിക്കും. അതൊന്ന് മാറ്റി വെച്ചിട്ട് അവരോടൊന്ന് സംസാരിച്ച് നോക്കി. അപ്പം ഒരിക്കലും ഡോണ്ട് ഇഗ്നോർ ദം. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മക്കളോട് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരാൾ ഒരു മണിക്കൂർ അയാൾക്ക് കിട്ടുന്ന ശമ്പളം എത്രയെന്ന് ഒരു കുട്ടി ചോദിച്ചു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്കൊരു 1000 രൂപ
ഏതെങ്കിലും ഒരു എമൗണ്ട് അയാൾ പറഞ്ഞു, എനിക്കൊരു 1000 രൂപയാണ് കിട്ടുന്നത് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി എന്ത് ചെയ്തു, ആ കുട്ടിക്ക് കിട്ടുന്ന ഓരോ പൈസയും എടുത്ത് വെച്ച് ആ കുട്ടി ഒരു 1000 രൂപ ഉണ്ടാക്കി. അതെടുത്തിട്ട് അച്ഛന് കൊടുത്തിട്ട് ആ കുട്ടി പറഞ്ഞു, അച്ഛാ ഞാൻ 1000 രൂപ തരാം, അച്ഛൻ്റെ ഒരു മണിക്കൂർ എനിക്ക് തരുമോ എന്നുള്ളത്. കുട്ടികൾക്ക് വേണ്ടത് അച്ഛനമ്മമാരുടെ പ്രസൻസ് ആണ്, അവരുടെ ടൈമാണ്. അപ്പോൾ അത് കൊടുക്കുക. ഒരു കുട്ടിയെ, ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ കുട്ടികൾ ആണ്. ഇന്നത്തെ കുട്ടികൾ നാളത്തെ തലമുറയാണ്. അപ്പോൾ ഒരു നല്ല പാരൻറ്റിങ് ഉണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.